ഹോംലി വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തു. നമ്മളിനി ഓരോരോ തിരക്കുകളിലേക്കായിരിക്കും ഓരോരോ പുതിയ പുതിയ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ. ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ വിഭവമൊന്നുമല്ല, പഴയ വിഭവം തന്നെയാണ്. ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോൾ അത് വീഡിയോ ആയിട്ട് നിങ്ങളിലോട്ട് എത്തിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയതൊരു ബീഫ് സ്റ്റൂ ആണ്. ഞാനത് കഴിച്ചു. അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ബ്രെഡിൻ്റെ കൂടെയും. നമ്മുടെ ജോജി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ബ്രെഡ് ആവിയേറ്റതും ബീഫ് സ്റ്റൂവും അടിപൊളിയാണെന്ന് പറഞ്ഞു. ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ വീട്ടിൽ അങ്ങനെ ട്രൈ ചെയ്യാറില്ല. ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. ബീഫ് വെച്ചിട്ട് സ്റ്റൂ ചെയ്തിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തത്. അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് ഒരു 1/2 കിലോ ബീഫുണ്ട്. ഞാൻ ബീഫ് സ്റ്റൂ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതിനെ ആദ്യം ഒരു കുക്കറിലേക്ക് ഇടാം. ബീഫ് ഇടുക. ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയാണേ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇത് നല്ലതായിട്ട് പൊടിച്ചാൽ കേട്ടോ. കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, ഒരു 2 തണ്ട് കറിവേപ്പില, ഇതിനാവശ്യമായ ഉപ്പ്. ഇത് 2-ാം പാലാണ്. ഞാൻ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും, എന്നാലും ഞാനൊരു 2 തവി ഒഴിക്കുവാണേ. നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചേച്ച് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതേ നമ്മുടെ ബീഫ് ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാനൊരു പാൻ അടുപ്പേ വെച്ചേ. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന വലിയൊരു ക്യാരറ്റുണ്ട്, ഒരു വലിയ കിഴങ്ങുണ്ടായിരുന്നു, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു വലിയ സവോള, ഒരു നല്ല എരിവുള്ള പച്ചമുളക് 4 എണ്ണം, പിന്നെ നമ്മുടെ സ്പൈസസ് അതിന് വേണ്ടിയിട്ടുള്ള പട്ടയും തക്കോലും എല്ലാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. തീ കുറയ്ക്കണേ. ഏലക്ക ഞാൻ നല്ലതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ടേസ്റ്റ് നല്ലതായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ അരിഞ്ഞത് ഇച്ചിരി കൂടുതലായിപ്പോയി, പിന്നെ എന്നാണെങ്കിലും ഞാനത് ഇടുകയാണ്. ബീഫല്ലേ, അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഒരു 2 കറിവേപ്പിലയും കൂടി. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സ്പൈസസ് എല്ലാം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മളപ്പോഴത്തേക്കും സവോള ഇട്ട് കൊടുക്കുക, അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ ആ കൂട്ടത്തിൽ നമ്മുടെ പച്ചമുളകും കൂടി നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച്. ഞാൻ ബീഫിന് ഉള്ള ഉപ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നല്ലതായിട്ടൊന്ന് വാടി വരട്ടെ. ഒത്തിരി നമ്മൾ സാധാരണ ഇറച്ചിക്ക് ചേർക്കുന്ന ആ ഒരു പരുവത്തിൽ ഒത്തിരി വഴറ്റിയെടുക്കല്ലേ. ജസ്റ്റ് ഒന്ന് നല്ലതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇത് നമ്മുടെ സവാള നല്ലതായിട്ട് ഞാൻ പറഞ്ഞ ആ പരുവത്തിലായിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഈ സമയത്ത് നമ്മുടെ ക്യാരറ്റും കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ഈ സമയത്ത് ഒരു ഇച്ചിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് നല്ലതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഇതുപോലെ ചതച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ആ എരിവ് നമ്മുടെ കിഴങ്ങിനും ഇതിനെല്ലാം ക്യാരറ്റിനൊക്കെ അങ്ങനെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ 2-ാം പാൽ ഉണ്ട്, അതൊരു കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പാലിൽ കിടന്ന് ഇതൊന്ന് വേകട്ടെ. മൂടി വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി ഇട്ട് കൊടുത്തായിരുന്നേ. ഇതിപ്പോൾ നല്ലതായിട്ട് അത്യാവശ്യം വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്നു ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ 2-ാം പാലിൻ്റെ ഒരു കുറച്ചുണ്ടായിരുന്നേ. ഇത് ഞാൻ ഇതും കൂടി ഇതിനകത്തേക്കൊന്ന് ഒഴിക്കും.
അത് ബീഫ് വേവിച്ച കുക്കറിലേക്ക് ഒഴിച്ചേ. അപ്പോൾ അതിൻ്റെ ആ ഒരു മസാലയുടെ ഇതെല്ലാം കൂടെ ഇങ്ങ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് വറ്റിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഒന്നാം പാൽ ഒഴിക്കാനുള്ളതാണേ. അടച്ചൊന്നും വെക്കണ്ട, ഇതുപോലെ തുറന്ന് തന്നെ വെച്ച് ജസ്റ്റ് നല്ലതായിട്ട്, ഒത്തിരി ഒന്നും പറ്റണ്ട, ചെറുതായിട്ട്. ഈ സമയത്ത് വേണം ഉപ്പുണ്ടോ എന്ന് നോക്കാനേ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കണം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണേ. ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി അത്യാവശ്യം എരിവ് വേണം. പിന്നെ ഈ തേങ്ങാപ്പാലിൻ്റെ ഇതൊക്കെ ആകുമ്പോൾ ഇച്ചിരി മതിരിപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മുടെ ഒന്നാം പാൽ തീ കുറച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ഒന്നും കാര്യമില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇനി പറഞ്ഞില്ലെന്ന് ഓർക്കുകയല്ലേ, അതുകൊണ്ടാണ്. നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡിയായി. പിന്നെ കറിവേപ്പില എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാനൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ജസ്റ്റ് ഒന്ന് മൂടി വെച്ച്. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അതെ, നല്ല ചൂടുണ്ട് കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്തായാലും അപ്പം റെഡിയാണ്. പിന്നെ ബ്രെഡിൻ്റെ കൂടെ നല്ല സൂപ്പറാണ് കേട്ടോ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അയ്യോ, കഷ്ണം വീണില്ല. കഴിച്ചു നോക്കിയിട്ട് പറയാം ഇങ്ങനെയുണ്ടെന്ന്. നല്ല ചൂടുണ്ട്. ഇങ്ങനെ നോക്കിയിട്ട് ഒരു ബീഫിൻ്റെ കഷ്ണവും ഒരു ക്യാരറ്റിൻ്റെ കഷ്ണവും ഒക്കെ വെച്ചിട്ട് പൊങ്ങുന്നില്ല. നല്ലതായിട്ടുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നല്ലതായിട്ട് നിൽക്കുന്നു. സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ നിന്നിട്ട് സൂപ്പറാന്ന് പറയുന്നത് സ്ഥിരം ഡയലോഗാണെന്ന് എനിക്കറിയാം. എന്നാലും ക്രിസ്മസ് ഒക്കെയാണ്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും ചെയ്യാത്തവർക്ക് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, വീട്ടിൽ ട്രൈ ചെയ്യുക, കഴിക്കുക. എല്ലാവരും ഹാപ്പി ക്രിസ്മസ്.